ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. കാരണം ട്രംപാണ്. ട്രംപ് വിജയിച്ചതോടുകൂടി ഇറാനും ഒതുങ്ങി, ഇസ്രയേലും ഒന്ന് പതുങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം. കാരണം 20-ാം തീയതി ജനുവരി 20-ന് ട്രംപ് വന്നതിന് ശേഷം ഇനി അടുത്ത കാര്യങ്ങളും ആലോചിക്കാമെന്നായിരിക്കും ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് കുറേ കാലമായുള്ളൊരു സംശയമാണ്. അതിപ്പോൾ ഈ യുദ്ധമൊക്കെ ഒതുങ്ങി വെടിയൊച്ച ഒന്ന് നിലച്ചിരിക്കുമ്പോൾ ചോദിക്കാമെന്ന് കരുതി, ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് എന്താണ് ഇത്ര വലിയ ഇസ്രയേൽ സ്നേഹം? കേരളത്തിലെ മുസ്ലിമുകൾക്ക് എന്താണ് ഹമാസിനോട് ഉള്ള സ്നേഹം എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതങ്ങനെയാണ്, ഒരു മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവുക. പക്ഷേ ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ രാജ്യമല്ല. ജൂതൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു സഹോദര മതം പോലും ആണോ? പിന്നെന്താണ് ഇത്ര ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ക്രൈസ്തവർ ഇസ്രയേലിൻ്റെ പക്ഷത്തായിരുന്നു? അല്ല, ആഗോളതലത്തിൽ തന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിട്ടാണല്ലോ ഇസ്രായേലിന് ബന്ധം. മാത്രമല്ല, ഇസ്രായേലിനെ തുടച്ചു മാറ്റണം എന്ന് അവരുടെ ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പണ്ട് തൊട്ടേ 1948 തന്നെ ഈ ഇസ്രായേൽ ഫോം ചെയ്തപ്പോൾ തന്നെ അവരെ തൂത്ത് കടലിലേക്ക് എറിയണം, അല്ലെങ്കിൽ ആ ജനങ്ങളെ കടലിലേക്ക് എറിയണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോൾ അന്നോട്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കൺട്രീസിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ ഇസ്രയേലിനെ ഇങ്ങനെ ക്രൈസ്തവ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം സഹായിക്കുന്നു, കേരളത്തിലെ ക്രിസ്ത്യാനിയും ബഹളം വെക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഇസ്രയേലിന് വേണ്ടിയിട്ടാണ്? അല്ല, അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് വാസ് എ ജൂ. അല്ല, എൻ്റെ ചോദ്യമല്ല, കേരളത്തിലെ ഹമാസ് അനുകൂലികൾ ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഞാനൊരു ഫ്രം എ ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ ഈ സംസാരിക്കുന്നത്. സാധാരണ കണ്ട് വെറുതെ വർത്തമാനം പറയാണ്. ഞാനിപ്പോൾ മാഷ കണ്ടപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചേക്കാന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ജൂതന്മാർ ക്രിസ്ത്യൻസിനെ കൊന്നില്ല, അല്ല സോറി ജീസസ് ക്രൈസ്റ്റിനെ കൊന്നില്ലേ, പിന്നെ എങ്ങനെയാണ് അവർ നമ്മൾ ക്രിസ്ത്യൻസ് ടോളറേറ്റ് ചെയ്യണേ എന്നുള്ള രീതിയിലൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് വാസ് എ ജൂ, ഹിസ് മദർ വാസ് എ ജൂ, ഹിസ് ഫാദർ വാസ് എ ജൂ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് എല്ലാവരും ജ്യൂസ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ അദ്ദേഹം ജീവിച്ചതൊരു ജൂ ആയിട്ടാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരിക്കുന്നതിന് മുമ്പ്, ക്രൂസിഫിക്ഷന് മുമ്പ് അദ്ദേഹം പെസ വ്യാഴാഴ്ചയൊക്കെ ആചരിച്ചിട്ട് അത് ഒരു ജൂയിഷ് കസ്റ്റമാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഹി ലിവ്ഡ് ആസ് എ ജൂ ത്രൂ ആൻഡ് ത്രൂ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വധശിക്ഷയൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആൾക്കാർ കുറ്റം പറയുന്നത് സാൻഹെഡ്രിൻ എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ മതപുരോഹിതന്മാരുടെയും ഒരു ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഉണ്ടായിരുന്നു റോമിൽ. അവരാണ് ജീസസ് ക്രൈസ്റ്റിനെ വധശിക്ഷ. അതെ, റോമക്കാരെന്നേ പറയേണ്ടതുള്ളൂ. അത് ജൂതന്മാരെ മൊത്തത്തിൽ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. പിന്നെ 2000 വർഷം മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പിന്മുറക്കാരെ നമ്മൾ ദേഷ്യം വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ അവരെ ഈ പറഞ്ഞ സാൻഹെഡ്രിൻ എന്ന് പറയുന്ന അവിടുത്തെ ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയുടെ തീരുമാനമായിരുന്നു ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രൂസിഫിക്ഷൻ. അപ്പോൾ അതിൻ്റെ പേരിൽ മൊത്തം ജൂത സമുദായത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്രിസ്ത്യൻ കാഴ്ചപ്പാട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം ദാറ്റ് വാസ് ദെയർ ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം. അനാദികാലം തൊട്ടേ ഉള്ള ഒരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവർ അതിന് കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. നിയോഗോ അല്ലെങ്കിൽ നിശ്ചയമായിരുന്നു. അതെ അതെ, ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാർ നടത്തിയ ക്രൂസിഫിക്ഷന് പലരും ഇറ്റ് ഈസ് എ സർവീസ് ആൻഡ് ഫേവർ റെൻഡഡ് ടു മാൻകൈൻഡ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. കാരണം അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് മനുഷ്യവംശത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ജീസസ് ക്രൈസ്റ്റിന് കഴിഞ്ഞതും അതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണവും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് തുടർന്ന് വന്നതും. പിന്നെ അമേരിക്കയിലുള്ള ആൾക്കാരുണ്ട് ക്രിസ്ത്യൻസ്, ചിലർ അവരുടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയും. അവർ ആ ബൈബിൾ വചനങ്ങൾ അതേപടി വിശ്വസിക്കുന്നവരാണ്. അവർ വിശ്വസിക്കുന്നവർ ദേ ആർ ദി ഗോഡ്സ് ചോസൺ പീപ്പിൾ എന്നുള്ള രീതിയിലാണ്. അതെ, യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അതേപടി സത്യമായി വരും എന്നും വിശ്വസിക്കുന്നു. അതെ, ഇസ്രായേലിനെ ഞാൻ ഒരു പാറ, വലിയ ഭാരമേറിയ പാറ പോലെയാക്കും, അതിൽ സ്പർശിക്കുന്നവന് മുറിവേൽക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ അത് അതേപടി തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അവർക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ ഈ ഇതിൻ്റെ അവസാനത്തെ പറ്റി പറയുമ്പോൾ ഇസ്രായേലിനെ പറ്റിയും ആ കാര്യത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിലനിൽക്കേണ്ടത് ഈ ബൈബിളിൽ പറയുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇസ്രായേൽ കൂടിയേ തീരുള്ളൂ എന്നുള്ളതാണ് കാഴ്ചപ്പാട്.
പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, യു ബ്ലസ് ആൻഡ് പ്രേ ഫോർ ഇസ്രായേൽ എന്നുള്ള രീതിയിൽ ബൈബിളിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബർത്ത് പ്ലേസ് ആൻഡ് ഡെത്ത് പ്ലേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ രീതിയിലും ക്രിസ്ത്യൻ ഇസ്രായേൽ ഇല്ലാതെ യേശുദേവന്റെ ചരിത്രമില്ല. അതെ. പിന്നെ ക്രിസ്ത്യൻസ് ജൂതന്മാർ വിശ്വസിക്കുന്ന, വായിക്കുന്ന, പഠിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഗ്രന്ഥം ക്രിസ്ത്യൻസും വായിക്കുന്നുണ്ട്. അതായത് അവരുടെ ടോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്, പഴയ നിയമം. അതെ. അപ്പോൾ അതിൽ ജെനസിസ്, എക്സഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡ്യൂട്രോണമി എന്നൊക്കെ പറഞ്ഞുള്ള 5 അത് ക്രിസ്ത്യൻസും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻസും ജൂതന്മാരും പഠിക്കുന്ന കാര്യങ്ങൾ കുറേ കാര്യത്തിൽ സിമിലാരിറ്റി ഉണ്ട്. ലിറ്ററലി സഹോദര മതങ്ങളല്ലേ എന്ന് പറയാം. ആ സഹോദര മതങ്ങളായിട്ടൊക്കെ തന്നെ. കാരണം ഓൾ ദീസ് 5 ബുക്സ്, ടോറയാണ് അവരുടെ ഏറ്റവും പ്രധാനം. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ്. അത് ക്രിസ്ത്യൻസും വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ചരിത്രം, ഒരേ വിശ്വാസം, ഒരേ പുസ്തകമൊക്കെ കുറേ ഒരു കോമൺ ത്രെഡ് ഉണ്ട്. ഒരേ ദൈവവുമാണ്. അതെ, ഒരേ ദൈവവും. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ജൂതന്മാരവിടെ താമസിക്കുന്നുണ്ട്. അവർ ഇസ്രായേൽ അവിടെ ജനിച്ചപ്പോൾ മറ്റ് പാലസ്തീൻകാർക്ക് കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ പാലസ്തീൻസ് ഓഫ് ദെയർ ഓൺ പ്രോബ്ലംസ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇസ്രായേലിനെ തുടച്ചു മാറ്റണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അവർ നീങ്ങിയതാണ് ഈ പ്രശ്നം വന്നത്. അതെ, അല്ല അതും ഒരു ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ. ഇപ്പോൾ ബൈബിളിൽ പറയുന്നത് ഇസ്രായേൽ ഒരിക്കൽ കൂടി ചിതറിക്കപ്പെടുന്നതാണ്. അതിനുശേഷം എല്ലാവരെയും സ്വരുക്കൂട്ടി ഒരിക്കലും ചെയ്യാൻ വയ്യാത്ത തരത്തിൽ അവരെ ശക്തരാക്കുകയും ഒലിവ് മലയിൽ നിന്ന് യേശുദേവൻ വരികയും 1000 വർഷം ലോകത്തെ ഭരിക്കുകയും ചെയ്യുന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബൈബിളിൻ്റെ ഒരു കോമൺ ത്രെഡ്സ് ഇവർക്ക് രണ്ടുപേർക്കും, ജൂതന്മാർക്കും ഉണ്ട്, ക്രിസ്ത്യൻസിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊറോർലെസ് സഹോദര മതങ്ങൾ എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളും ഇവർ ജൂതന്മാരായതുകൊണ്ടാണ് മെയിനായിട്ട് ഇവരെ തുടച്ചു മാറ്റണമെന്ന് തീരുമാനിച്ചത് 1948. തുടച്ചു മാറ്റാനുള്ള പദ്ധതി ജൂതന്മാർ മാത്രമല്ല, ജൂതന്മാർ കഴിഞ്ഞാൽ അടുത്ത ക്രിസ്ത്യാനികളാണ്, അടുത്ത ഇരകൾ വരും. ജൂതന്മാരെ കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൈസ്തവരെ തുടച്ചു നിൽക്കണമെന്നാണ് ഈ ജിഹാദി വിശ്വാസം. പിന്നെ അത് ആക്രമണങ്ങൾ വ്യാപിക്കാൻ ഇടയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ജൂതന്മാർ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനിറ്റി തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഇസ്രായേലിന് ചുറ്റും തന്നെയുണ്ട്. ജോർദാനും ലിബിയയും ലെബനോണും സിറിയയും ഒക്കെ എന്തായിരുന്നു ഒരു കാലത്ത്. ലിബിയയിൽ ആണ് സെയിന്റ് സിറിൽ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പുരോഹിതൻ, ക്രിസ്ത്യൻ പുണ്യാളന്റെ ജന്മഭൂമിയാണ്. അത് എന്നോട് പറഞ്ഞത് ട്രിപ്പോളിയിലെ കർദിനാൾ തന്നെ പറഞ്ഞത് എന്നോട്. ഈ ഇപ്പോൾ പ്രാക്ടിക്കലി ദർ ഈസ് നോ ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻസും ഇല്ല, ക്രിസ്ത്യാനിറ്റി. അതായത് ഈ നാട്ടിലാണ് ഈ പറയുന്ന സെയിന്റ് സിറിൽ ജനിച്ചത്. അപ്പോൾ ആ പണ്ട് കാലത്ത് അവിടെ എന്തോരം ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ള പ്രാക്ടിക്കലി നോ ക്രിസ്ത്യൻ ആണ് ലിബിയ. അപ്പോൾ അതേപോലെ പല സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ കൂട്ടക്കൊലക്കിരിയായത് അല്ലേ, നിർബന്ധിച്ച് മതം മാറ്റി അല്ലെങ്കിൽ കൂട്ടക്കൊല ചെയ്തു. അതെ, അവിടെ അങ്ങനെ സംഭവിച്ചു. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇറാനിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇറാനിൽ പണ്ട് പാർസികളായിരുന്നില്ലേ. അർമേനിയൻ കൂട്ടക്കൊല 15 ലക്ഷം ക്രൈസ്തവരെയാണ് 1.5 മില്യൺ. അത് ലോകത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കൂട്ടക്കൊലയിലൊന്നാണ് ഈ പറയുന്ന അർമേനിയൻ ജനസൈഡ്. അത് ഈ തുർക്കിയാണ് നടത്തിയത്. തുർക്കിയിലെ ഓട്ടോമൻ എംപയറാണ്. എന്നിട്ട് അവർ ബാക്കിയുള്ളവരോടൊക്കെ പറയും, നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് പാലിക്കണം. ഇപ്പോൾ എർദോഗാൻ എന്തൊക്കെയാ പറയുന്നത്, അവിടെ യുണൈറ്റഡ് നേഷൻസിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയിൽ ജനസൈഡ് നടക്കുകയാണ്, ന്യൂനപക്ഷങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം അവിടെ പോയി പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ ഈ ടർക്കിയുടെ ചരിത്രം എന്താണ്? അല്ല, ആ ചരിത്രം തന്നെയല്ലേ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഏറ്റവും പൗരാണികമായ ക്രൈസ്തവ ദേവാലയം പിടിച്ചെടുത്ത് മ്യൂസിയമാക്കി. അത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പത്രത്തിൽ അത് നന്നായി എന്ന് പറഞ്ഞ ലേഖനം ന്യായീകരിച്ച് എഴുതി. അപ്പോൾ അത് കഴിഞ്ഞിട്ടും അന്ന് ഹാജിയ സോഫിയ ഏറ്റവും വലിയ, അന്നത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്നത് പണ്ട്, അത് പിടിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൊറാന്നോ മറ്റോ പറഞ്ഞിട്ട് പള്ളി പിടിച്ചെടുത്തു. പിന്നെ ഈ എർദോഗാൻ്റെ തന്നെ ടർക്കി അസർബൈജാനെ സഹായിച്ചിട്ട് അതിൻ്റെ അടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, നഗോർണോ കറോബാക്ക് എന്ന് പറഞ്ഞു. അവിടുത്തെ ക്രിസ്ത്യൻസിനെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചു വിട്ട് അർമേനിയയിലേക്ക്. അതിനകത്തൊരു വലിയ വൈപരീത്യം ഉള്ളത്, ഈ തുർക്കി എന്നിട്ടും അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിലെ മെമ്പറാണ്. അതെ, സഖ്യത്തിലെ അമേരിക്ക ഒരു അക്ഷരം പറയുന്നില്ല. പക്ഷേ വേറെ ഒന്നുണ്ട്, ഈ നേറ്റോയിലെ മെമ്പർ ആകണ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ടർക്കി വാസ് മോർ ഓർ ലെസ് ലൈക്ക് എ സെക്യുലർ സ്റ്റേറ്റ്. പട്ടാളത്തിൻ്റെ ഭയങ്കര നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ റിലീജിയസ് അല്ലെങ്കിൽ കമ്മ്യൂണൽ ലെവലിലേക്ക് വരാനായിട്ട് പട്ടാളം അനുവദിക്കില്ലായിരുന്നു. പട്ടാളം വളരെ കെയർഫുള്ളായിരുന്നു ആ കാര്യത്തിൽ. അതാ കമാൽ
പാഷയുടെ കാലം തൊട്ട് അവിടെ കമാൽ പാഷയുടെ കാലത്ത് താടി വെച്ചിട്ട് ഒരു ഓഫീസിൽ കടന്നു ചെല്ലാൻ പറ്റില്ലായിരുന്നു. അതായത് കമാൽ പാഷ യൂറോപ്പിനോട് ആരാധനയുള്ള വെസ്റ്റേൺ കൺട്രീസിനോട് ഒരു ആരാധന പോലെയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ മറ്റു യൂറോപ്യൻ കൺട്രീസിനെ പോലെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു കമാൽ പാഷയുടെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം അന്നുണ്ടാക്കിയ നിയമങ്ങളിലൊന്ന് താടി വെച്ച് ഓഫീസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ്. അത്രയും രീതിയിലാണ് പോലെ. അതെ അതെ. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എർദോഗാൻ വന്നതോടുകൂടി കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു. പട്ടാളത്തിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം പോയി. ഈ എർദോഗാൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് അവിടുത്തെ പട്ടാളത്തിന് അഗൻസ്റ്റ് ആയിരുന്നു, ഒപ്പോസ് ചെയ്തവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർദോഗാൻ്റെ വൈഫ് ഈ തലക്കെട്ടൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ സെക്യുലർ വ്യൂസായിട്ട് അത് എഗ്രി ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് അവരെ എതിർത്ത് നോക്കി. പക്ഷേ എർദോഗാൻ വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് പട്ടാള വിപ്ലവം നടത്തി അവിടെ. പട്ടാള വിപ്ലവം നടത്തി അവർ ടാങ്കുകളൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. പക്ഷേ അപ്പോഴേക്കും ആരൊക്കെ ടാങ്കിൻ്റെ മുമ്പിലൊക്കെ വന്ന് നിർത്തി ടാങ്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത കണ്ടീഷൻ വന്ന് പട്ടാള വിപ്ലവം പരാജയപ്പെട്ടു. ഇപ്പോൾ എർദോഗാൻ ക്യാൻ ഹാവ് ഹിസ് വേ, ആരും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ. അതാണ് ഇതിൻ്റെ. ഏതായാലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ യേശുദേവനെ മനസ്സിൽ നിന്ന് വിട്ടിട്ടുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്രായേലിനെ വിടാനും പറ്റില്ല. യേശു ജനിച്ച, യേശു ജീവിച്ച നാട്, യേശുദേവൻ തന്നെ ജൂതനായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ ക്രൈസ്തവർ ഹമാസിനെ പിന്തുണയ്ക്കുക? ഹമാസിനെ പിന്തുണയ്ക്കുന്ന പ്രശ്നമൊന്നുമില്ല കേരളത്തിലെ ക്രൈസ്തവർ. അതായത് ഈ ഒരുപാട് ഇവിടെ റാലികളൊക്കെ നടന്നല്ലോ. ഈ റാലി നടന്നു കഴിഞ്ഞിട്ട് കോഴിക്കോട് BJPയുടെ ഒരു റാലി നടന്നു. അതായത് ഈ ടെററിസം വിരുദ്ധ ലൈനിൽ. ആ റാലിയിൽ കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കരിമ്പൻകാല എന്ന് പറഞ്ഞ വേറൊരു ക്രിസ്ത്യൻ. അപ്പോൾ ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരിൽ ഫ്രണ്ടിൽ റോയിലിരിക്കുന്നതിൽ BJPക്കാരുണ്ടായിരുന്നു, കരിമ്പൻകാല ഉണ്ടായിരുന്നു, കെന്നഡി കരിമ്പൻകാല എന്നാണ് അദ്ദേഹം. കെന്നഡി കരിമ്പൻകാല ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കെവിൻ പീറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെന്തോ ധ്രുവീകരണമെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ട് രണ്ടു കൂട്ടരും റാലി നടത്തിയിട്ടില്ല. റാലിക്ക് ഒരു ആശ്വാസമായി, റാലി നിന്നു. റാലി അതോടുകൂടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റ്. ഏതായാലും എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും ഭീകരമായി 1500ഓളം ആളുകളെ അതിക്രൂരമായി ഒക്ടോബർ 7 2023 ഹമാസ് ഭീകരർ കൂട്ടക്കൊല ചെയ്തിട്ട് നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒരു പ്രാർത്ഥന പോലും ഉണ്ടായില്ല. ഉണ്ടായില്ല. പക്ഷേ അതേസമയം നേരെ തിരിച്ചെങ്ങാനും ആയിരുന്നെങ്കിൽ ഡിഫറെൻറ്റ് അല്ല. അപ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അത്രയും പണി ചെയ്ത്. അതെ. അപ്പോൾ അവർക്കായിരുന്നു ശക്തിയെങ്കിൽ എന്ത് സംഭവിക്കും അത് ആലോചിക്കേണ്ടതാണ്. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹമാസിനെതിരെയല്ല ഇസ്രായേലിൻ്റെ കൂടെ പാറ പോലെ നിൽക്കുന്നത്. അങ്ങനെ അല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും ക്രിസ്ത്യാനിക്ക്? അതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ എന്തെങ്കിലും കാണിക്കുമ്പോൾ ആൾക്കാർ വളരെ കുറ്റം പറയാറുണ്ട്. ഒരു നിമിഷം എല്ലാം വളരെ ന്യായമായിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞോണം, ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞോണം ഒക്കെ ഇസ്രായേൽ പെരുമാറാൻ നിന്നാളുണ്ടല്ലോ. ഈ ഇസ്രായേലിൽ പിന്നെ എത്ര ജൂതം ബാക്കിയുണ്ടാവും എന്നറിയണമെങ്കിൽ തുർക്കിയിൽ ഇപ്പോൾ എത്ര പാർസി ബാക്കിയുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അതെ അതെ. അല്ല, ഇപ്പോൾ പെട്ടെന്ന് സാറിത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയാണെ, ഒവൈസി പറഞ്ഞില്ലേ, നിങ്ങൾ 1 മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യൻ പട്ടാളത്തിനെയും പോലീസിനെയും ഒന്ന് മാറ്റി നിർത്തുക, നിങ്ങൾക്ക് മുസ്ലിമിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ കൊല്ലുന്നില്ലേ? അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓർക്കണ്ടെന്ന് പറഞ്ഞത്. അല്ല, അത്രയും വരെ പറഞ്ഞു അവസരം കിട്ടിയാൽ ചെയ്യുമെന്ന് നമ്മൾ ഇസ്രായേലിൽ കണ്ടു. ഇവിടെ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സൈന്യവും പോലീസും ഒക്കെ ഉള്ളത് കൊണ്ട് ചെയ്യുന്നില്ല, സംവിധാനം ഉള്ളതുകൊണ്ട് ചെയ്യുന്നില്ല. ഇസ്രായേലിലും ഉണ്ട്, പക്ഷേ ആ സംവിധാനം ഏതാണ്ട് അല്പസമയത്തേക്കൊന്ന് സൈലൻ്റ് ആയി പോയപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ ചെയ്ത പണിയാണ് നമ്മൾ കണ്ടത്. അത് ഇന്ത്യയിലും അത് ആവർത്തിക്കുമെന്ന് ഒവൈസിയും പറഞ്ഞിട്ട് ആലപ്പുഴയിലെ മുദ്രാവാക്യത്തിലുണ്ട്, അവിലും മലരും കുന്തിരിക്കവും വരുന്നുണ്ട് നിന്റെയൊക്കെ കാലൻ മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.